Hello guys, welcome to my YouTube channel. This is my first video. This is ഞാൻ ആദ്യത്തെ ലാബാണ് എടുക്കുന്നത് സൈബർ സ്പ്ലോയിറ്റിൻ്റെ. ഇതൊരു വളൻ ഹബ്ബ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. വളൻ ഹബിൽ വേറെയും കുറച്ച് ലാബ്സുകളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സൈബർ സ്പ്ലോയിറ്റ്. ബാക്കിയുള്ള വീഡിയോസ് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സൈബർ സ്പ്ലോയിറ്റിൻ്റെ OVA ഫയൽ ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ 1.4 GB ആണ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇടാം. ഡൗൺലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. മിറർ എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് 3 ഫ്ലാഗ് കണ്ടുപിടിക്കേണ്ടത്. there are 3 flags available in this VM. അപ്പോൾ ഇതിൽ 3 ഫ്ലാഗ് കണ്ടുപിടിക്കാനായിട്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. OVA ഫയൽ ആയതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇമ്പോർട്ട് ആയിക്കോളും. ഓക്കെ, നമുക്കിനി ഇത് ഫിനിഷ് കൊടുക്കാം. ഫോർമാറ്റൊക്കെ കറക്റ്റാണ്. ഫിനിഷ് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു എറർ കാണിച്ചു. അപ്പോൾ ഓൾറെഡി ഈ ഫയൽ ഞാൻ ഈ നെയിം കൊടുത്തോണ്ട് ഡിലീറ്റ് ആയി പോയിട്ടില്ല ഫയൽസ് ഒന്നും. അപ്പം ഞാൻ നെയിം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ സൈബർ സ്പ്ലോയിറ്റ് 1 എന്ന് കൊടുക്കാനാണ്. ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അതാവട്ടെ. നമ്മൾ കാളി ലിനക്സ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. DC2 അതൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലോഡായി കഴിഞ്ഞു. രണ്ടിൻ്റെയും നെറ്റ്വർക്ക് നാറ്റ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ബ്രിഡ്ജിഡ് ഇട്ട് കൊടുക്കുക. നെറ്റ്വർക്കോ ബ്രിഡ്ജിഡിലോ ഇട്ട് കൊടുക്കുക. രണ്ടിൻ്റെയും നെറ്റ്വർക്ക് സെയിം ആയിരിക്കണം. ഒരെണ്ണം നാറ്റും ഒരെണ്ണം ബ്രിഡ്ജും ഇടാൻ പാടില്ല. രണ്ടിൻ്റെയും നെറ്റ്വർക്ക് സെയിം ആയിടുക. ഞാൻ ബ്രിഡ്ജിഡിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അത് സ്റ്റാർട്ട് ആവട്ടെ. അപ്പോൾ നമുക്ക് കാളി ലിനക്സ് ലോഗിൻ ചെയ്ത് വയ്ക്കാം. യൂസർ നെയിം അടിക്കുക, പാസ്വേഡ് അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇത് ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ആയി. അപ്പോൾ ഇനി ഇതിൻ്റെ IP കണ്ടുപിടിക്കണം. IP കണ്ടുപിടിക്കണമെങ്കിൽ സുഡോ നെറ്റ് ഡിസ്കവർ എന്നുള്ള കമാൻഡാണ് ഞാൻ യൂസ് ചെയ്യണേ. എൻ്റർ അടിക്കുക, പാസ്വേഡ് അടിക്കുക. അല്ലെങ്കിൽ സുഡോ ARP സ്കാൻ ചെയ്യാം. സുഡോ ARP സ്കാൻ -L എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ IP വരട്ടെ. ഓക്കെ, IP കിട്ടി. ഇനി നമുക്ക് അതിലേക്ക് ആ IPക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. നമ്മൾ ബേസിക്കായിട്ട് ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പിങ് ചെയ്തു. ഓക്കെ, ഇനി എൻമാപ്പ് ചെയ്യണം. എൻമാപ്പ് IP അടിക്കുക. ഓക്കെ,
അപ്പോൾ ഇതിൽ 2 പോർട്ട് ഓപ്പൺ ആണെന്ന് കാണിച്ചു. SSH ഓപ്പൺ ആണ്, HTTP ഓപ്പൺ ആണ്. ഇനി നമുക്ക് --script വളൻ എന്നുള്ള കമാൻഡ് അടിക്കാം. ഇത് ലോഡ് ആവാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് വേറെ കമാൻഡ് അഗ്രസീവ് സ്കാൻ ചെയ്യാം. -A ആണ്. A എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ വേർഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. SSHൻ്റെ വേർഷനും HTTPയുടെ വേർഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി HTTP ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബ്രൗസറിൽ പോയിട്ട് IP കൊടുത്തു നോക്കാം. പേജ് ലോഡായി വരട്ടെ. ഓക്കെ, പേജ് വന്നു. ഇപ്പോൾ നമുക്ക് ആ IP അടിച്ചപ്പോൾ ഇങ്ങനൊരു പേജാണ് കിട്ടിയത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ പേജ് സോഴ്സിൽ പോകാം. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ പേജ് സോഴ്സ് സെലക്ട് ചെയ്യുക. ഇതിൽ യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് അടിയിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടെക്സ്റ്റ് എഡിറ്ററിൽ പോയിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗ് ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലാഗ് കണ്ടുപിടിക്കണം. ആദ്യത്തെ ഫ്ലാഗ് നമുക്ക് ഡിർബ് എന്നുള്ള ടൂൾ യൂസ് ചെയ്യാം. ഡിർബ് സ്പേസ് HTTP IP കൊടുക്കുക. എൻ്റെ സിസ്റ്റം ലാഗ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സ്കാനായി വരട്ടെ. ഓക്കെ, സ്കാനായി കഴിഞ്ഞു. അപ്പോൾ അതിൽ robots.txt എന്നുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിലൊരു ഹാഷ് കണ്ടു. അത് നമുക്ക് അനലൈസ് ചെയ്യണം. അതിൻ്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ നമുക്ക് base64 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതിന് സൈബർ ഷെഫ് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലോഡായി വരട്ടെ.
ഹാഷ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ബേസ് 64 ആണ് വേണ്ടത്. ആ കോപ്പി ചെയ്ത ഹാഷ് ഇൻപുട്ടിൽ പേസ്റ്റ് ചെയ്യുക. എൻ്റെ സിസ്റ്റം കുറച്ച് ലാഗ് ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ വെയിറ്റ് ചെയ്യേ. ഓക്കെ, നമുക്ക് ഫ്ലാഗ് കിട്ടി. ഇത് ആദ്യത്തെ ഫ്ലാഗ് കിട്ടി. നമുക്ക് കോപ്പി ചെയ്യാം. ടെക്സ്റ്റ് എഡിറ്ററിൽ പോയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ SSH വെച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ നെയിം കൊടുക്കുക. ഇനി നമുക്ക് SSH പോർട്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ SSH വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. യൂസർ നെയിം ഇതും പാസ്വേഡ് സൈബർസ്പ്ലോയിറ്റ് ഫ്ലാഗ് 1. @IP യൂസർ നെയിം @IP. ഓക്കെ, എൻ്റർ അടിക്കാം. യെസ് കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് അടിക്കുക. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ഫ്ലാഗ്. കണക്ഷൻ ക്ലോസ് ആയി. അപ്പോൾ ഒന്നും കൂടി ഞാൻ ലോഗിൻ ചെയ്യേണ്ട. പാസ്വേഡ് അടിക്കാം. എറർ കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ആ പാസ്വേഡ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പി ചെയ്തു. പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എൻ്റർ അടിക്കാം. ഓക്കെ, ലോഗിനായി. ഓക്കെ, ലിസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ഒരു ഫ്ലാഗ് കാണാണ്ട്. അത് നമുക്ക് കാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇത് അനലൈസ് ചെയ്യണം. ബൈനറീസ് ആണ്. അപ്പോൾ സൈബർ ഷെഫിൽ പോയിട്ട്
ബൈനറി സെലക്ട് ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ചതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫ്രം ബൈനറി. ആ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തോളാം. എന്നിട്ട് രണ്ടാമത്തെ ഫ്ലാഗിൻ്റെ ഇത് കൊടുത്തോളാം. ഓക്കെ, ഡിലീറ്റ് ആക്കിയിട്ട് നേരത്തെ കോപ്പി ചെയ്തത് ഇൻപുട്ടിൽ കൊടുക്കാം. മിസ്റ്റേക്ക്, സോറി, 2 പ്രാവശ്യം പേസ്റ്റ് ചെയ്തു, സോറി. ഓക്കെ, ലോഡ് ആവട്ടെ. ഓക്കെ, ഫ്ലാഗ് 2ഉം കിട്ടി. നമുക്ക് ഫൈനൽ ഫ്ലാഗാണ് കണ്ടുപിടിക്കാൻ. ലാസ്റ്റത്തെ ഒരു ഫ്ലാഗും കൂടി, മൂന്നാമത്തെ ഒരു ഫ്ലാഗും കൂടി നമുക്ക് കണ്ടുപിടിക്കാണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഫ്ലാഗ് കോപ്പി ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫ്ലാഗും കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ഫ്ലാഗും കൂടി കണ്ടുപിടിക്കാണ്ട്. നമുക്കിനി യുനെയിം -a എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിക്കണം. ബ്രൗസറിൽ പോയിട്ട് അതിൻ്റെ എക്സ്പ്ലോയിറ്റ് നോക്കുക. വേറൊരു ടാബ് എടുക്കുന്നുണ്ട്. എക്സ്പ്ലോയിറ്റ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാം അടിച്ചില്ല, സോറി. അപ്പോൾ അതിൽ ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ്. ആ എക്സ്പ്ലോയിറ്റ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഒരു ഫയലാണ്, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ട് ഡൗൺലോഡ്സിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അതിന് ടെർമിനലിലെ Ctrl+Shift+T അമർത്ത്. പുതിയൊരു ടാബ് ഓപ്പൺ ആവും. CD ഡൗൺലോഡ്സ്. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ കാളിയുടെ IP നോക്കി നോക്കാം. അതിന് ifconfig എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് IP കിട്ടി. സൈബർസ്പ്ലോയിറ്റിൽ പോയിട്ട്
വിച്ച് wget എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് /user/bin/wget എന്ന് പറഞ്ഞൊരു പാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡൗൺലോഡ്സിൽ വരാം. ഇതിൽ Python 3 -m http.server എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. എൻ്റർ അടിക്കാം. ഓക്കെ, നമുക്ക് സൈബർസ്പ്ലോയിറ്റിലേക്ക് പോവാം. ഓക്കെ, wget http നമ്മുടെ കാളിയുടെ IP കൊടുക്കുക. അതിന് ifconfig എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്യുക. ഫയൽ നെയിം കൊടുക്കുക. 37292.c എൻ്റർ ചെയ്യുക. ഓക്കെ, ലോഡായി കഴിഞ്ഞു. അപ്പം അതിൻ്റെ റെസ്പോണ്ട് അതിൽ കാണാവുന്നതാണ്. ഇനി GCC ഫയൽ നെയിം കൊടുക്കുക. .c -o exploit എൻ്റർ അടിക്കുക. ഓക്കെ, നമുക്കിനി ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ്പ്ലോയിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലേക്ക് നമുക്ക് ആ ഡയറക്ടറിക്ക് നമുക്ക് കയറാം. അതിന് ./exploit എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഷെല്ലായി കയറിയിട്ടുണ്ട്. PWD അടിക്കാം. ജസ്റ്റ് ബേസിക് ആയിട്ട് അടിക്കുന്ന കമാൻഡ്സ് ഒക്കെ നോക്കാം. sudo -l. ഓക്കെ, റൂട്ടിലേക്ക് കയറി നോക്കാം. /root എൻ്റർ ചെയ്യുക. ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഫൈനൽ ഫ്ലാഗ് കണ്ടു. നമുക്ക് ജസ്റ്റ് ഒന്ന് കാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഈ റൂം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി വേറെ ഏതെങ്കിലും റൂംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു.